അനന്തരം ശലോമോൻ മിസ്രയീം രാജാവായ ഫറവോനോട് സംബന്ധം കൂടി ഫറവോന്റെ മകളെ വിവാഹം ചെയ്തു. തന്റെ അരമനയും യഹോവയുടെ ആലയവും യെരൂശലേമിന് ചുറ്റും മതിലും പണിതു തരുവോളം അവളെ ദാവീദിന്റെ നഗരത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. എന്നാൽ ആ കാലം വരെ യഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിയാതെ ഇരുന്നതുകൊണ്ട് ജനം പൂജാഗിരികളിൽ വെച്ച് യാഗം കഴിച്ചു പോന്നു. ശലോമോൻ യഹോവയെ സ്നേഹിച്ചു. തന്റെ അപ്പനായ ദാവീദിന്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നുവെങ്കിലും അവൻ പൂജാഗിരികളിൽ വെച്ച് യാഗം കഴിക്കുകയും ധൂപം കാട്ടുകയും ചെയ്തു. രാജാവ് ഗിബെയോനിൽ യാഗം കഴിപ്പാൻ പോയി. അത് പ്രധാന പൂജാഗിരിയായിരുന്നു. അവിടുത്തെ യാഗപീഠത്തിന്മേൽ ശലോമോൻ 1000 ഹോമയാഗം അർപ്പിച്ചു. ഗിബെയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു. അതിനെ ശലോമോൻ പറഞ്ഞതെന്തെന്നാൽ, എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയപരമാർത്ഥയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിനൊത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്ത് ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ അവനൊരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എൻ്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനോ ഒരു ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് അറിവില്ല. നീ തിരഞ്ഞെടുത്തതും പെരുപ്പനിമിത്തം എണ്ണവും കണക്കുമില്ലാത്തതുമായി വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിൻ്റെ മധ്യയെ അടിയനിരിക്കുന്നു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ദൈവം അവനോട് അരുളി ചെയ്തതെന്നാൽ, നീ ദീർഘായുസോ സമ്പത്തോ ശത്രുസംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിനുള്ള വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകവുമുള്ള ഒരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിന്റെ ശേഷം ഉണ്ടാകുകയുമില്ല. ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിന്റെ ആയുഷ്കാലത്തൊക്കെയും രാജാക്കന്മാരിൽ ഒരുത്തിനും നിനക്ക് സമനാകുകയില്ല. നിന്റെ അപ്പനായ ദാവീദ് നടന്നുപോലെ നീ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എൻ്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുസ്സും തരും. ശലോമോൻ ഉറക്കമുണർന്നപ്പോൾ അത് സ്വപ്നം എന്ന് കണ്ടു. പിന്നെ അവൻ യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. യഹോവയുടെ നിയമപ്പെട്ടകത്തിന് മുൻപാകെ നിന്നു. ഹോമയാഗങ്ങൾ കഴിച്ചു, സമാധാനയാഗങ്ങളും അർപ്പിച്ച് തൻ്റെ സകല ഭൃത്യന്മാർക്കും വിരുന്ന് കഴിച്ചു. അനന്തരം വേശ്യമാരായ 2 സ്ത്രീകൾ രാജാവിന്റെ അടുക്കൽ വന്ന് അവന്റെ മുൻപാകെ നിന്നു. അവരിൽ ഒരുത്തി പറഞ്ഞത്, തമ്പുരാനെ, അടിയനും ഇവളും ഒരു വീട്ടിൽ പാർക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന വീട്ടിൽ വെച്ച് ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഞാൻ പ്രസവിച്ചതിന്റെ 3-ാം ദിവസം ഇവളും പ്രസവിച്ചു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഞങ്ങൾ 2 പേരും ഒഴികെ ആ വീട്ടിൽ മറ്റാരും ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ രാത്രി ഇവൾ തന്റെ മകന്റെ മേൽ കിടന്നുപോയതുകൊണ്ട് അവൻ മരിച്ചുപോയി. അവൾ അർദ്ധരാത്രി എഴുന്നേറ്റ് അടിയൻ ഉറങ്ങുന്ന സമയം അടിയന്റെ അരികെ നിന്ന് അടിയന്റെ മകനെ എടുത്ത് അവളുടെ പള്ളക്കിലും അവളുടെ മരിച്ച മകനെ അടിയന്റെ പള്ളക്കിലും കിടത്തി. രാവിലെ കുഞ്ഞിന് മുല കൊടുപ്പാൻ അടിയൻ എഴുന്നേറ്റപ്പോൾ അത് മരിച്ചിരിക്കുന്നത് കണ്ടു. വെളിച്ചമായ ശേഷം അടിയൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് അടിയൻ പ്രസവിച്ച കുഞ്ഞല്ല. അതിന് മറ്റേ സ്ത്രീ, അങ്ങനെയല്ല, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ്, മരിച്ചത് നിന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു. ഇവളോ, മരിച്ചത് നിന്റെ കുഞ്ഞ്, ജീവനുള്ളത് എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ രാജാവിന്റെ മുൻപാകെ തമ്മിൽ വാദിച്ചു. അപ്പോൾ രാജാവ് കൽപ്പിച്ചത്, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ്, മരിച്ചത് നിന്റെ കുഞ്ഞ് എന്ന് ഇവൾ പറയുന്നു. അങ്ങനെയല്ല, മരിച്ചത് നിന്റെ കുഞ്ഞ്, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ് എന്ന് മറ്റവൾ പറയുന്നു. ഒരു വാൾ കൊണ്ടുവരുവിൻ എന്ന് രാജാവ് കൽപ്പിച്ചു. അവർ ഒരു വാൾ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. അപ്പോൾ രാജാവ്, ജീവനുള്ള കുഞ്ഞിനെ 2ആയി പിളർന്ന് പാതി ഒരുത്തിക്കും പാതി മറ്റവൾക്കും കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചു. ഉടനെ ജീവനുള്ള കുഞ്ഞിന്റെ അമ്മ തന്റെ കുഞ്ഞിനെക്കുറിച്ച് ഉള്ളുകുത്തുകൊണ്ട് രാജാവിനോട്, അയ്യോ എൻ്റെ തമ്പുരാനെ, ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുതേ, അതിനെ അവൾക്ക് കൊടുത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. മറ്റേവളോ, എനിക്കും വേണ്ട, നിനക്കും വേണ്ട, അതിനെ പിളർക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ്, ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുത്, അവൾക്ക് കൊടുപ്പി, അവൾ തന്നെ അതിന്റെ അമ്മ എന്ന് കൽപ്പിച്ചു. രാജാവ് കൽപ്പിച്ച വിധി ഇസ്രായേലൊക്കെയും കേട്ടു. ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിന്റെ ജ്ഞാനം രാജാവിന്റെ ഉള്ളിലുണ്ടെന്ന് കണ്ട് അവനെ ഭയപ്പെട്ടു.